നീ എന്താടാ നന്നാവാത്തത്? നീ എന്താ അവനെ പോലൊന്നും ശരിയാകാത്തത്? അവനെ കണ്ട് പഠിക്കാത്തത് എന്താ? നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളായി, പക്ഷെ പലപ്പോഴും ഇതിന് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അവരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ തൊടിയിലോട്ടും വീട്ടുവളപ്പിലൊക്കെ നോക്കിയാൽ കാണാം, ചില മരങ്ങൾ കാണാൻ കഴിയും നമുക്ക്. ആരും വളർത്താതെ, ആരും വെള്ളമൊഴിക്കാതെ തന്നെ വളരുന്നതാണ്. അതിനൊരു കാലാവസ്ഥാ വ്യതിയാനങ്ങളോ ഒന്നും പ്രശ്നങ്ങളോ നേരിടാതെ തന്നെ വളർന്നു വരുന്നതാണ്. എന്നാൽ നമ്മൾ പാടത്തോട്ടൊന്ന് ഇറങ്ങി നോക്കി, അവിടെ ചില നെൽച്ചെടി കാണാൻ കഴിയും. അത് ഈ മരങ്ങൾ പോലൊന്നും വളരത്തില്ല. അത് വളരണമെന്നുണ്ടെങ്കിൽ അത് മണ്ണ് പാകപ്പെടുത്തണം, ഞാറ് പറിച്ച് നടണം, വളമിടണം, വെള്ളമൊഴിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ചില മഴയോ സാഹചര്യങ്ങളോ മാറിയാൽ അതിൻ്റെ വളർച്ചയെ അത് സാധാരണ ബാധിക്കാറുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് കൃഷിയെ പറ്റിയൊന്നുമല്ല, മനുഷ്യരെ പറ്റിയാണ്. ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ, എല്ലാ പ്രതിസന്ധികളെയും ഒറ്റയ്ക്ക് നേരിട്ട് വിജയിച്ചവരും. എല്ലാ തടസ്സങ്ങളെയും അവർ ചവിട്ടുപടിയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എല്ലാ മനുഷ്യരും അങ്ങനെയല്ല. ചിലർ നല്ല പ്രോത്സാഹനമില്ലാതെ മുരടിച്ച് വളർച്ചയില്ലാതെ തകർന്നു പോയ എത്രയോ ആൾക്കാരെ നമുക്കറിയാം. ചില മനുഷ്യരും നെൽച്ചെടികൾ പോലെയാണ്. നാം അവരെ നോക്കണം, അവരുടെ കഴിവുകൾ കണ്ടെത്തണം, അവരെ പ്രോത്സാഹിപ്പിക്കും. പലപ്പോഴും തരം താഴ്ത്തലും പരിഹാസവും ഒക്കെ അവരുടെ വളർച്ചയെ ഒരുപാട് പിന്നോട്ട് നയിക്കാൻ സാധിക്കും. കളകൾ നെല്ലിന്റെ വളർച്ച എങ്ങനെ തടയുന്നു, അതുപോലെ പലപ്പോഴും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ വളർച്ചയെ ബാധിക്കും. മനസ്സിലാക്കുക, ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. അവർക്ക് വ്യത്യസ്തമായ കഴിവുകളും നാം അതേ സമയത്ത് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമേ അവനവന് തന്നെയും സമൂഹത്തിലും നിലനിൽക്കാവുന്ന ഒരു അഭിപ്രായം നൽകുക.